എന്ത്, നിനക്കൊരു കാമുകൻ ഉണ്ടായിരുന്നെന്നോ? ഞെട്ടലോട് ഞാൻ ചോദിച്ചു. അവൾ നാണത്തോടെ മൂളി. ആഹാ, ഞാൻ വിചാരിച്ച പോലെ തന്നെ. അപ്പോൾ ഇത് തന്നെ കാര്യം. ഇവളും ഒരുവനുമായിട്ട് പ്രേമത്തിലായിരുന്നു. അവസാനം എവിടേക്കോ ഒളിച്ചോടി. തോട്ടൻകര സഹദേവൻ പിടിച്ച പിടിയാലെ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നു. ആ സമയത്താണ് പെണ്ണ് കാണാനായി ഞാൻ ചെന്ന് ചാടിക്കൊടുത്തത്. ഇതുതന്നെ അവസരമെന്ന് കണ്ട തോട്ടൻകര ഉടനെ കല്യാണം ഉറപ്പിച്ചു. കൂടുതൽ കാത്തിരുന്നാൽ നാട് മുഴുവൻ ഇത് അറിയുമെന്ന് അയാൾ വിചാരിച്ചിരിക്കണം. ഇതൊക്കെ അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞുവിട്ട കിഴങ്ങനായ മധുമാമൻ ഇതൊന്നും അറിഞ്ഞില്ല. പട്ടി നടക്കും പോലെ തോട്ടൻകര മുഴുവൻ നടന്നിട്ട് ഇങ്ങ് പോന്നു. മരമണ്ടൻ. അതൊക്കെ പോട്ടെ. എന്തായാലും സംഭവം ഇത് തന്നെ. ഒരു സാധാ ഹോട്ടൽ മാനേജരായ എനിക്ക് ഇത്രയും പണക്കാരിയായ ഋതുവിനെ കിട്ടാനുണ്ടായ കാരണം ഇത് തന്നെ. എന്റെ അന്വേഷണം അവസാനിച്ചു. എല്ലാ രഹസ്യവും ഞാൻ എന്റെ പൂർണ്ണ ബുദ്ധിയാൽ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഒളിച്ചോടിയല്ലേ? കുറ്റം തെളിയിച്ച ഡിറ്റക്റ്റീവിന്റെ ഗൗരവത്തോട് ഞാൻ ചോദിച്ചു. ഒളിച്ചോടിയെന്നോ? അതിന് ഞാൻ പ്രണയിച്ചത് ആരും അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലേ? ഞാൻ അന്തം വിട്ടു. ഞാൻ സ്നേഹിച്ച ആളിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ +2 പഠിക്കുമ്പോൾ മലയാളം പഠിപ്പിച്ചിരുന്ന മാഷായിരുന്നു അപ്പു. തപ്പുന്നോ? എന്ത് തപ്പാൻ? തപ്പൂന്നല്ല, അപ്പു. അതാ മലയാളം മാഷിന്റെ പേര്. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം സാറിനോട് പറഞ്ഞില്ല. അതെന്താ പറയാത്തത്? ധൈര്യമില്ലായിരുന്നു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അയാളുടെ വിവാഹം നിശ്ചയിച്ചു എന്ന്. അതോടെ ആ കാര്യം ഞാൻ വിട്ടു. ഒളിച്ചോടിയില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? എന്റെ സംശയം മാറിയില്ല. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ടൈപ്പല്ല. എന്റെ കണ്ടെത്തലുകൾ എല്ലാം പാളിപ്പോയല്ലോ. ഒളിച്ചോടിയില്ല എന്നാണ് ഇവൾ പറയുന്നത്. എന്തായാലും അത് നന്നായി. എല്ലാവരും ചോദിക്കുന്നു, ഇത്ര ധനസ്ഥിതിയുള്ള ഋതു എങ്ങനെ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്ന്. അതിനെപ്പറ്റി 2 വരി പറയാമോ? ഞാൻ ഒരു എഴുത്തുകാരിയാണ്. പ്രമാണം എഴുതാനൊക്കെ അറിയുമോ? പ്രമാണമല്ല, കഥ, കവിത ഇത്യാദി കാര്യങ്ങൾ. അപ്പോ വട്ടുണ്ട്, അതുറപ്പായി. ഗുളിക കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. വട്ടുള്ളവരാണ് എഴുത്തുകാരാകുന്നത് എന്ന് മലയിലെ മാമൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു. ഋതു തുടർന്നു. അങ്ങനെ കഥ, കവിത ഇത്യാദികളൊക്കെ എഴുതുന്ന എനിക്ക് പാവപ്പെട്ട കുടുംബം, ചെറിയ വീട്, നിഷ്കളങ്കരായ മനുഷ്യർ ഇതൊക്കെയാണ് ഇഷ്ടം. ഒരു ധനാഢ്യന്റെ വീട്ടിൽ പോയി ആധുനികതയുടെ കാപട്യങ്ങളിൽ മുഴുകി എന്റെ സർഗാത്മകതയെ നശിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുമല്ല, പണക്കാരനായ ഒരാളെ കെട്ടിയാൽ അയാൾ എന്നെ ഭരിക്കും. പണമില്ലാത്ത നിഷ്കളങ്കനായ ഉണ്ണിയേട്ടനാകുമ്പോൾ എന്നെ അനുസരിച്ച് ജീവിച്ചോളും. ഇതൊക്കെയാണ് ഞാൻ ഉണ്ണിയേട്ടനെ കെട്ടാനുണ്ടായ കാരണം. ഇത്രയും മതിയോ? അവൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. അപ്പോൾ ഇവൾക്ക് ഒരു ഭർത്താവിനല്ല ആവശ്യം, ഒരു അടിമയാണ്. നിനക്കെന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞൂടാ. കണ്ടാൽ പാവം എന്നൊക്കെ തോന്നും. പക്ഷേ കൂതറയാണ് ഞാൻ, മഹാകൂതറ. എന്നെ ഭരിക്കാൻ വന്നാൽ ഞാൻ നിന്നെ ഞെരിക്കും. ഇങ്ങനെയുള്ള ചില ക്രൂര ചിന്തകൾ എന്റെ മനസ്സിലൂടെ ഓടി. ഞാൻ പറഞ്ഞു, വെരി ഗുഡ് ഋതു. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. ഇക്കാര്യത്തിൽ ഋതുവിന്റെ തല അസാമാന്യം. ഞാൻ അഭിനന്ദിക്കുന്നു. അത് പറഞ്ഞ് ഞാൻ കൈയടിച്ചു. ഇവള് പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതാണ് ബുദ്ധി. ഒറ്റ പ്രണയമേ ഉണ്ടായിരുന്നുള്ളോ? ധൈര്യമായിട്ട് പറയൂ. ഭാര്യയുടെ പ്രണയകഥകൾ കേൾക്കുന്നത് എനിക്ക് വല്ലാത്ത ആവേശമാണ്. ഒളിച്ചോടിയ സംഭവം എന്തെങ്കിലും പുറത്തു വരുമോ എന്നറിയാനായി ഞാൻ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. ഇനി ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അവൾ പറയാൻ തുടങ്ങി. പഠിക്കുമ്പോൾ? ശ്വാസം മുട്ടുന്നു. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ശ്വാസം മുട്ടിയോ? ആരാണ് ശ്വാസം മുട്ടിച്ചത്? മനുഷ്യ, ഈ മുറിയിൽ അത്രയും പുകയാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു. അത് കൊന്തിരിക്ക പുകയാണ്. എന്ത് പുകയായാലും എനിക്ക് ശ്വാസം മുട്ടുന്നു. ആ ജനൽ തുറന്നത്. ഋതു അസ്വസ്ഥയായി. ശരി, ഇപ്പോൾ ശരിയാക്കി തരാം. ഞാൻ ഓടി ജനലിന്റെ പാളികൾ തുറന്നിട്ടു. ഇവിടെ കൊതുക് ശല്യമുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല. ഞാൻ ചുമൽ ഇളക്കി. പിന്നെന്തിനാ ഇങ്ങനെ മുറിക്കകത്ത് പുകയിടുന്നത്? ഇത് പുകയിട്ടതല്ല, കുന്തിരിക്കം പുകച്ചതാ, മണത്തിനു വേണ്ടി. അത് തന്നെ. എന്തിനാ എത്ര പുകച്ചത്? നമ്മുടെ ആദ്യരാത്രിയല്ലേ, ഒരു സുഗന്ധമൊക്കെ വേണ്ടേ? അതിനാ. ഞാൻ ലജ്ജയോടെ തലകുനിച്ചു. ഈ പുക എനിക്ക് അലർജിയാണ്. ഇനി ഇങ്ങനെ ചെയ്യരുത്. അമ്മയാണെ ചെയ്യൂല. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഋതു എന്നെ നോക്കി. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നി. ഏതെങ്കിലും മാഷിനോടായിരിക്കും. അല്ല, PGക്ക് പഠിക്കുന്ന ഒരു ചേട്ടനോട്. എന്നിട്ട് കുറച്ചു നാൾ ആ ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടന്നു. അതും 1 വേ ട്രാഫിക് പ്രണയമായിരുന്നു. പിന്നെയാ ഞാൻ അറിഞ്ഞത് അയാളൊരു കാസിനോ ആയിരുന്നെന്ന്. കാശിനാവശ്യമുള്ളവനോ? കൊടുക്കാമായിരുന്നില്ലേ? കാശിനാവശ്യമുള്ളവനല്ല, കാസിനോവ. ഒരുപാട് പെമ്പിള്ളാരെ പ്രണയിച്ചു നടക്കുന്നവൻ. അതാ അതിന്റെ അർത്ഥം. അമ്പട വീരാ.
അതോടെ ആ ചേട്ടനെ ഞാൻ വെറുത്തു. ബുദ്ധിപര. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇനിയും ഉണ്ടോ? ഒന്നുകൂടെ ഉള്ളൂ. സത്യത്തിൽ ഇതായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. സാരമില്ല, ഇനി പറഞ്ഞാലും മതി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു തക്കുടി ചെറുക്കൻ പുതുതായി വന്നത്. സോറി, തക്കുടി ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഒരു തടിച്ചു കൊഴുത്ത് വെളുത്ത ചെറുക്കൻ, കുടവയറൊക്കെ വെച്ച്. കണ്ടാൽ ആർക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. ഞാൻ പല്ലിറുമ്മി. ഞാൻ ആ ചെറുക്കനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അവനും എന്നെ ഇഷ്ടമായി. പക്ഷേ എന്തോ അസുഖം വന്ന് അവൻ മരിച്ചുപോയി. ഭാഗ്യവാൻ. എന്തോ ഭാഗ്യമില്ലാത്തവനെന്ന്. പാവം. നമ്മുടെ ആദ്യത്തെ മകന് ആ ചെറുക്കൻ്റെ പേരിടാം. വേണ്ട, അവൾ പ്രതിഷേധിച്ചു. അത്ര വൃത്തികെട്ട പേരാണോ ആ ചെറുക്കൻ്റേത്? അതല്ല, മകനും മകളുമൊന്നും നമുക്കിപ്പോൾ വേണ്ട. അതൊക്കെ ഒരു 2 വർഷം കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ഋതുവിന്റെ മുഖഭാവം മാറിയത് കണ്ട് ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ ആദ്യരാത്രിക്ക് ഞാൻ 2 വർഷം കാത്തിരിക്കണോ? അങ്ങനെയാണെങ്കിൽ എന്റെ വിത്തുകൾ മൂത്ത് പൊട്ടിത്തെറിക്കുമല്ലോ. ഇനി ഉണ്ണിയേട്ടന്റെ പ്രേമബന്ധങ്ങളെ കുറിച്ച് പറ, കേൾക്കട്ടെ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഞാൻ ആലോചിച്ചു. പ്രേമബന്ധങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ചിലാണ്. ഇവൾ 3 എണ്ണം പറഞ്ഞെങ്കിൽ ഒരു 6 എണ്ണമെങ്കിലും തിരിച്ചു പറഞ്ഞാലേ എനിക്ക് ഇവളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റും. എനിക്കും ഉണ്ടായിട്ടുണ്ട് പ്രണയബന്ധങ്ങൾ. പ്രണയം എന്നത് ഒരു അലൗകികമായ വികാരമാണല്ലോ. അതിനടിമപ്പെടാത്തവർ മനുഷ്യരാണോ? ഞാൻ മുഖവുരയായി ഇത്രയും പറഞ്ഞു. പ്രസംഗമൊന്നും വേണ്ട, കാര്യത്തിലേക്ക് നേരിട്ട് വാ. ഋതു അക്ഷമയായി. പറയാം. നീ കേട്ട് ഞെട്ടണം എന്റെ പ്രേമകഥകൾ. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എന്റെ പ്രേമകഥകൾ പറയാൻ ആരംഭിച്ചു.